നിങ്ങൾ പറയാം സമയമില്ല. ഡി പി ഏതാണ്? 15 ആണ്. ബാക്കി ക്വസ്റ്റ്യൻ എന്താ? ഇൻ എ ഫാക്ടറി ഗ്യാരണ്ടീഡ് വേജ് റേറ്റ് പെർ ഹവർ ഒരു മണിക്കൂറിന് എത്ര രൂപയാണ്? ₹1.80. ആർ പെയ്ഡ് ഫോർ എത്രയാണ്? 48 hours. ഓക്കെ അല്ലേ? അപ്പൊ ഒരു മണിക്കൂറിനല്ലല്ലോ അത്. ഹവേഴ്സിനല്ലേ ഇത്? അല്ലല്ല, അങ്ങനല്ല. പെർ ഹവർ തോന്നുന്നുണ്ട്. അപ്പോൾ 1.80 പെർ ഹവർ. ഇതിലിപ്പോ പെർ ഹവർ നമുക്ക് ടൈം റേറ്റ് അല്ലേ വേണ്ടി വരാം അല്ലേ? ഏത് ചെയ്യാൻ? ടൈം റേറ്റ് ആദ്യം വേണം. പക്ഷെ ഇവിടെ ഒരു സാധനം പറഞ്ഞിട്ട് പീസ് റേറ്റ് ഉണ്ട്. അപ്പം അതിൽ ഏത് വേണ്ടി വരും? പീസ് റേറ്റ് വേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനത്തെ വർക്കിങ്സ് ഒക്കെ ആദ്യം തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഡയറക്റ്റ് എഴുതിക്കോ. DP15 എഴുതാം. വർക്കിംഗ് നോട്ട് നമ്പർ 1 നമ്മൾ എന്ത് കാണാൻ പോവാണ്? പീസ് റേറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പീസ് റേറ്റ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പീസ് റേറ്റ്. മക്കളെ ലോജിക്ക് അപ്ലൈ ചെയ്യാം. എനിക്കൊരു മണിക്കൂറിന് തരുന്ന പൈസ എത്രയാണ്? 1.80 പെർ ഹവർ അല്ലേ? ഇനി ഞാനൊരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ പ്രശ്നം തീർന്നില്ലേ അല്ലേ? അപ്പൊ ഇനി ഇക്വേഷനൊക്കെ വെച്ച് അങ്ങനെ വേണമെങ്കിൽ എഴുതാതാണ് റേറ്റ് പെർ ഹവർ ഡിവൈഡഡ് ബൈ ഏതാണ്? യൂണിറ്റ് ഇൻ അല്ലെങ്കിൽ പെർ ഹവർ യൂണിറ്റ് പെർ ഹവർ. അപ്പോൾ ഇതിൽ ഏത് കാണാൻ? ഇനി യൂണിറ്റ് പെർ ഹവർ. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 2. 2 ഇട്ടിട്ട് യൂണിറ്റ് പെർ ഹവർ. ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് ഉണ്ടാക്കും? ഓക്കെ അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ട്. വായിക്കും. ബൈ ടൈം ആൻഡ് വായിക്കണം മക്കളെ. യൂണിറ്റ് പെർ ഹവർ എന്ന് എഴുതിച്ചില്ലേ? വായിക്കും. ബൈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ടു മാനുഫാക്ചർ 1 യൂണിറ്റ്. ഞാൻ എന്താ ഉണ്ടാക്കുന്നത്? മൈക്ക് ഉണ്ടാക്കുന്ന ആളാണ്. എന്തുണ്ടാക്കുന്ന ആളാണ്? മൈക്ക്. ഒരു മൈക്ക് ഉണ്ടാക്കാൻ എത്ര സമയം വേണമെന്നാ പറയുന്നത്? 20 ടൈം. ഇതെന്ത് ടൈമാണ്? 20 ടൈം എന്നല്ലേ? മിനിറ്റാണോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ 20 ടൈം പറ്റില്ലല്ലോ. മിനിറ്റാക്ക്. 20 എന്താണെന്ന് അറിയണ്ടേ? മിനിറ്റാക്ക്. 20 ടൈം. ഓക്കെ അല്ലേ? മിസ്റ്റേക്ക് 20 മിനിറ്റ് അങ്ങനാവും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ 20 മണിക്കൂർ എന്തായാലും വരില്ലോ. പിന്നെ സെക്കൻഡ് ആവാം. കുഴപ്പമില്ല. ഇപ്പോൾ മിനിറ്റ് ആക്കിയതാണ് ക്വസ്റ്റ്യൻ. ഇതിനനുസരിച്ച് നമ്മൾ ചെയ്യും. വേറെ കാര്യം കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിരുന്നു. ഒരു മണിക്കൂറിൽ പെർ ഹവർ അല്ലേ? പെർ ഹവർ പറയുമ്പോൾ 60 മിനിറ്റ് അല്ലേ മക്കളെ? അല്ലേ? ഡിവൈഡ് ബൈ എത്ര അടിച്ചാൽ മതിയായിരുന്നു? 20 മിനിറ്റ്. പക്ഷെ പ്രശ്നമുണ്ട് ഇവിടെ. 20 മിനിറ്റ് അല്ല, ഒരു അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട്. എത്രയാ? 25%. പ്ലസ് എത്ര കൂടെ വരും? 25%. 20ൻ്റെ 25% പറഞ്ഞാൽ 5. അപ്പം എത്ര? 25 മിനിറ്റ്. അപ്പോൾ എനിക്കൊരു മൈക്ക് ഉണ്ടാക്കാൻ എത്ര സമയത്ത് അനുവദിച്ചെന്നുള്ളത്? 25 മിനിറ്റ്. 60 മിനിറ്റിനുള്ളിൽ അപ്പം ഞാൻ എത്ര മൈക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കും? 2.4 യൂണിറ്റ്. സാറേ 2.4 യൂണിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ വെച്ചാൽ പറ്റില്ല. കാൽക്കുലേഷനിൽ അങ്ങനെ എടുക്കാം. പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല. 3 ആയിട്ടോ 2 ആയിട്ടോ എന്ത് ചെയ്യേണ്ടി വരും? റൗണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ ആണോ? അല്ലെങ്കിൽ കുറച്ചേറെ മണിക്കൂർ വന്നാൽ എന്തായി മാറും? റൗണ്ടായി മാറും. തൽക്കാലം ഇപ്പം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ധൈര്യമായിട്ട് 2.4 എടുക്കാം. അപ്പോൾ ഡിവൈഡ് ബൈ എത്രയാണ്? 2.4 യൂണിറ്റ്സ്. എത്ര വരും അപ്പോൾ? 0.75 പെർ യൂണിറ്റ്. കിട്ടിയില്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്കൊരു മണിക്കൂറിന് എത്ര രൂപയാണ് തരുന്നത്? ₹1.80. ഒരു മണിക്കൂറിൽ ഞാൻ എത്ര മൈക്ക് ഉണ്ടാക്കും? 2.4. എനിക്കവർ തരുന്നത് എങ്ങനെയല്ല? യൂണിറ്റിനല്ല, എങ്ങനെയാണ്? ഹവറിനാണ്. പക്ഷെ നമുക്ക് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെയും പറയാം. അപ്പം എങ്ങനെ പറയാം നമുക്ക്? എനിക്കൊരു മണിക്കൂറിന് ₹1.80 തരുന്നെന്നും പറയാം, അല്ലെങ്കിൽ എന്തും പറയാം. ഒരു യൂണിറ്റ് ഉണ്ടാക്കിയാൽ 0.75 എന്നും പറയാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പിന്നെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞുള്ളത്? ഡ്യൂറിങ് എ വീക്ക് ഞാൻ എത്ര മൈക്ക് ഉണ്ടാക്കി? 180 എണ്ണം. ക്ലിയർ അല്ലേ?
ഫസ്റ്റത്തെ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? ടൈം റേറ്റിലെ വേജസ് കാണാനാ. കാൽക്കുലേറ്റ് വേജസ് അണ്ടർ ദ ഫോളോവിങ് മെത്തേഡ്. ടൈം റേറ്റിൽ കാണാൻ പറഞ്ഞാൽ ഞാൻ എത്ര മണിക്കൂറാണ് പണിയെടുത്തത്? എടാ ഞാൻ എത്ര മണിക്കൂറാണ് പണിയെടുത്തത്? 6. എന്താ 6? നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ്റെ മുകളിൽ വന്നില്ലേ? അത് ക്വസ്റ്റ്യൻ വേറെ 20. ഇവിടെ 20 ഒക്കെ എവിടെ? 20 മിനിറ്റല്ലേ? അത് സ്റ്റാൻഡേർഡ് അല്ലേ? 48 മണിക്കൂർ അല്ലേ? എടാ ഹംകിങ്ങളെ ഡ്യൂറിങ് ദ വീക്ക് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ? 48 ഹവേഴ്സിൽ എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്ത്? 180. ഫസ്റ്റ് ഏത് ബേസിൽ അവർ കൊടുക്കുന്നത്? നിങ്ങൾ എത്ര യൂണിറ്റ് ഉണ്ടാക്കിയെന്ന് നമുക്ക് അറിയണ്ട. എത്ര മണിക്കൂറാണോ ഇൻറ്റു മണിക്കൂറിൻ്റെ റേറ്റ്. മണിക്കൂറിൻ്റെ റേറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ലേ? ഇൻറ്റു എത്രയാ? 1.80. അപ്പം എത്ര വരും? 86.4. സിമ്പിൾ അല്ലേ പരിപാടി? ക്ലിയർ? അടുത്ത ഏതാ പറയുന്നത്? പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് വീക്കിലി വേജ്. പീസ് റേറ്റ് എത്രയാ പറയുന്നത്? എത്ര ഉണ്ടാക്കി? 180. പീസ് റേറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാ? 0.75. എത്ര വരും അപ്പോൾ? 135. ഞാൻ ഏതാ ആവശ്യപ്പെടുക? ഒരാൾക്ക് 2 കൊടുക്കുമോ? എന്നെ വിളിച്ചിട്ട് ഇതാ ടൈം റേറ്റിൽ എത്ര? 86 റുപ്യ പിടിച്ചോ. ഇനി പീസ് റേറ്റിലും തരാം എത്ര? 130. തരില്ലല്ലോ, ഏതെങ്കിലും ഒന്നൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിപ്പോ അവര് തീരുമാനിക്കട്ടെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തന്ന് എന്ത് ചെയ്യാം. അടുത്ത ഏതാണ്? നമ്മുടെ മുത്ത് ഏതാണ്? ഹാൽസി 3. ഓക്കെ അല്ലേ? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ ഹാൽസി? അല്ലടാ, ഹാൽസി ഹാൻഡിൽ ചെയ്യണം. ഇതുവരെ ചെയ്താൽ നിങ്ങൾ ഒന്ന് ചെയ്യും. ടൈം റേറ്റും പീസ് റേറ്റും കഴിയട്ടെ, എന്നിട്ട് ഹാൽസിയുടെ ഇവിടെ ഹാൽസിയിലൊരു ടൈം അലോഡ് കാണും. ടൈം റേറ്റിലെ ഇക്വേഷൻ എന്താ? ആക്ച്വൽ ഹവർ ഇൻറ്റു ഹവർലി റേറ്റ്. ഇക്വേഷനായിട്ട് വേണമെങ്കിൽ എഴുതാം. ആക്ച്വൽ ഹവർ ഇൻറ്റു ഹവർലി റേറ്റ്. എന്താ ചോദിക്കുക? എന്തിനു പേടിക്കണം? മാഷ് എന്തെങ്കിലും ചെയ്യിപ്പൊന്നും പറയും. രണ്ടാമത്തെ പീസ് റേറ്റ് ഓഫ് ഗ്യാരണ്ടി. പീസ് റേറ്റ് പറയുമ്പോൾ എത്രയാണ്? ഒരു എത്ര എണ്ണം ഉണ്ടാക്കി ഞാൻ? ഒരു മണിക്കൂറിന് എത്ര? ഹാൽസിലേക്ക് പോട്ടെ. ഹാൽസിക്ക് ഇവിടെ സ്ഥലം ഞാൻ സ്ഥലം മാറ്റുന്നു. ഹാൽസിയുണ്ട്, റോവനുണ്ട്. പറയട്ടെ, ഇതുവരെ കഴിഞ്ഞില്ല എല്ലാവരും? 135 കിട്ടിയില്ല പീസ് റേറ്റ്. പറ, നമ്പർ ഏതാണ്? 1 2 3 സി. ഓക്കെ. എന്താ? കാൽക്കുലേഷൻ ഓഫ് ഹാൽസിയ ഏർണിങ്സ് അണ്ടർ ഏതാണ്? ഹാൽസി. അല്ലാതെ കാൽക്കുലേഷൻ ഓഫ് ഹാൽസി മാത്രം എഴുതല്ലേ, ഹാൽസിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വേഷൻ പറയൂ. ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് 50% ഓഫ് ടൈം സേവ്ഡ് ഇൻറ്റു ടൈം റേറ്റ്. ആക്ച്വൽ ടൈം അറിയില്ലേ? എത്ര മണിക്കൂറാണ്? 48 ഇൻറ്റു ടൈം റേറ്റ് അറിയാം. ഒരു മണിക്കൂറിന് എത്ര? 1.80 പ്ലസ് 50% എന്താ അറിയാനുള്ളത്? ടൈം സേവ്ഡ് അറിയില്ല. ടൈം റേറ്റ് 1.80 അറിയാം. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 3. എന്ത് കാണണം? ടൈം സേവ്ഡ്. ഓക്കെ അല്ലേ? ടൈം സേവ്ഡ് കാണാൻ എന്താ ചെയ്യേണ്ടത്? ടൈം അലൗഡിൽ നിന്നും എന്ത് ആക്ച്വൽ ടൈം ലെസ് ചെയ്യുക. അപ്പോൾ ടൈം അലൗഡ് എത്രയെന്ന് അറിയില്ല, പക്ഷെ ആക്ച്വൽ ടൈം അറിയാം. എത്ര? 48 ഹവേഴ്സ്. അപ്പോൾ വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 4. ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ ഓഫ് ദ പ്ലാനറ്റോറിയം. ടൈം അലൗഡ് ആണ്. ടൈം അലൗഡ്, അല്ലെങ്കിൽ ഇതിനെ വേറെ പേര് വിളിക്കും. ഏതാ? സ്റ്റാൻഡേർഡ് ടൈം. ഓക്കെ അല്ലേ? നമ്മളെപ്പോഴും പറയാറുള്ളതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി വെക്കുക. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഓക്കെ അല്ലേ?
ഞാൻ എത്ര മൈക്ക് ഉണ്ടാക്കിയത്? 180. അതിന് ഒരെണ്ണത്തിന് എനിക്ക് സ്റ്റാൻഡേർഡ് എത്ര പറഞ്ഞുള്ളത്? 25 മിനിറ്റ് അല്ലേ? അപ്പോൾ 180 × 25. അപ്പോൾ മിനിറ്റിലല്ല കിട്ടുക, നമുക്ക് ഹവറിലല്ലേ വേണ്ടത്. 48 ഹവറിലല്ലേ? ഡിവൈഡ് ബൈ എത്ര അടിക്കണം? 60. എത്ര വരും? 75. തെറ്റിയാ? 75 അല്ലേ? എന്താ തെറ്റിയാണ്? 75 ഹവേഴ്സ്. അപ്പം മുകളിൽ 75 ഹവേഴ്സ്, 75 48 പോയാൽ ടൈം സേവ് കിട്ടും. എത്ര വരും? 27 ഹവേഴ്സാണ് ഇത് ടൈം സേവ്. സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ ഇതിന് കാണാപ്പാടെ എന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ഇതാ, ഈ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ചെല്ലാവരും പ്ലീസ്. സ്റ്റാൻഡേർഡ് ടൈം ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ. ഞാൻ ആക്ച്വലി എത്ര ഉണ്ടാക്കി? 180. അതിന് ഒരെണ്ണത്തിന് എനിക്ക് സ്റ്റാൻഡേർഡ് എത്ര വരണമായിരുന്നു? 25 മിനിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്താൽ 75. ഈ 75 മണിക്കൂറിൻ്റെ പണി ആണ് ഞാൻ എത്ര മണിക്കൂർ കൊണ്ട് ചെയ്തത്? 48 മണിക്കൂർ. അങ്ങനെ ഞാൻ എത്ര സേവ് ചെയ്തു? 27. ആ സേവിങ്സിന് അവരെനിക്ക് എന്ത് തരണം? ബോണസ്. അപ്പോൾ ടൈം സേവ്ഡ് എത്ര? 27. മുകളിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. $110.7 അല്ലേ? റുപ്പീസ്. സി കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഡി ഉണ്ട്. ഏതാ? റോവൻ. ടോട്ടൽ ഏർണിങ്സ് അണ്ടർ റോവൻ എന്നൊക്കെ എഴുതി വെക്കുക. ഇക്വേഷൻ ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് ടൈം സേവ് ഡിവൈഡഡ് ബൈ ടൈം അലൗഡ് ഇൻറ്റു ആക്ച്വൽ ടൈം ഇൻറ്റു ടൈം റേറ്റ്. ആക്ച്വൽ ടൈം 48 × 1.80 പ്ലസ് ടൈം സേവ്ഡ് 27 ഡിവൈഡഡ് ബൈ ടൈം അലൗഡ് 75 × 48 × 1.80. കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര എന്ന് പറയാം. $117.7